നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഈ തന്തയില്ലായിക അതല്ലെങ്കിൽ തന്തയെ മാറ്റി പറയുക എന്നുള്ളത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന വ്യക്തികളോട് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP-യുടെ ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന, എന്നാൽ ഇയാളുടെ തട്ടിപ്പ് വെട്ടിപ്പ് അതല്ലെങ്കിൽ ഇയാളുടെ വൈകൃതങ്ങളൊക്കെ തെളിവ് സഹിതം മനസ്സിലാക്കിയതിനു ശേഷം കേന്ദ്ര നേതാക്കന്മാർ ഇടപെട്ട് തന്നെ അയാളെ സ്ഥാനമാനങ്ങളിൽ നിന്ന് നീക്കുകയും വെറും സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു സമിതിയിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ മാത്രം നിലനിർത്തുകയും ചെയ്തു. എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് വരും മണിക്കൂറുകളിലൊക്കെ അത് കൃത്യമായ തെളിവ് സഹിതം പുറത്തു വരും എന്നുള്ളത് മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. നോക്കൂ, ഞാൻ ഏകദേശം ഒരു വർഷം മുൻപ് ഈ ഹലാൽ നോൺ ഹലാൽ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് കൃത്യമായിട്ട് നമ്മൾ ഈ സന്ദീപ് വാര്യരുടെ ഇത്തരത്തിലുള്ള ഒരുപാട് വൈകൃതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് തന്നെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അന്നും ഒരുപാട് മാന്യ പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് തെറി വാങ്ങിയതാണ്. നിങ്ങൾ എന്താണ് സന്ദീപ് വാര്യരോട് ഇങ്ങനെ ഇടപെടുന്നത്, അയാളെ എന്തുകൊണ്ട് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ഇയാളുടെ സകലമാന വൈകൃതങ്ങളും മനസ്സിലായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കായിരുന്നു അന്ന് തന്നെ ഹലാൽ ഉൽപ്പന്നങ്ങൾ നോൺ ഹലാൽ ഉൽപ്പന്നങ്ങൾ ആ ഒരു വിവാദം കത്തിപ്പടർന്ന സമയത്ത് ഈ ഹലാൽ ക്യാമ്പയിന് വേണ്ടി ഇസ്ലാമിക ജിഹാദികളുടെ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുക, എന്നിട്ട് ആ ഭക്ഷണത്തെ പുകഴ്ത്തിക്കൊണ്ടും ആ ഹോട്ടലിനെ പുകഴ്ത്തിക്കൊണ്ടും ഫേസ്ബുക്കിലൂടെ ഈ പറയുന്ന ആരാധക വൃന്ദങ്ങളായിട്ടുള്ള സംഘ BJP അണികളെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ അകമഴിഞ്ഞ് പരിഹസിക്കുന്ന രീതിയിൽ ഇയാൾ ഒരു വിഭിന്നമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെ കൃത്യമായിട്ട് നമ്മളൊക്കെ ഈ ഹലാൽ നോൺ ഹലാൽ വിഷയത്തിലൊക്കെ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ അന്ന് ശക്തമായി ഞാൻ വിമർശിച്ചിരുന്നു. അത് ഏകദേശം ഒരു വർഷവും കഴിഞ്ഞു, 2 വർഷം ആവാറായിരിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന സന്ദീപ് വാര്യർക്കെതിരെ ഇത് ആദ്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊന്നുമല്ല ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് തവണ ഇയാളുടെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്ക് പോകുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ തന്തയെയൊക്കെ മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ ഒരു സംസ്കാര ശൂന്യത അതിനി കൃത്യമായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇത്രയും നാൾ അയാളെ വളർത്തിക്കൊണ്ടുവന്ന അയാളുടെ മാതൃസംഘടന RSS-നെ വെറുപ്പുൽപാദിപ്പിക്കുന്ന RSS-കാർ എന്നാണ് സംഘ BJP അണികളെ ഇയാൾ പച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. RSS-കാർ തന്നെയാണ് BJP-യിലും പ്രവർത്തിക്കുന്ന സാധാരണക്കാരായുള്ള അണികൾ എന്നുള്ളത് നമ്മൾക്കറിയാം. അത്തരത്തിൽ വെറുപ്പുൽപാദിക്കുന്ന ഫാക്ടറിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇയാൾക്ക് സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് ഇയാളെ ഏത് രീതിയിലാണ് ഇന്നത്തെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ബിംബത്തിലേക്ക് എത്തിച്ചത്, എത്തിച്ച തന്റെ പോറ്റമ്മയായിട്ടുള്ള RSS-നെയും BJP-യെയും ഒറ്റുകൊടുക്കുന്ന അതല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുന്ന ഇവൻ ഇതിനു മുൻപേ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും ഒരു പരിഭവം ഉണ്ടാവാൻ പാടില്ല, അതല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു ആരാധകനും ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നത് കൃത്യമായിട്ടും അറിയുന്നത് കൊണ്ട് തന്നെയാണ് 1.5-2 വർഷം മുൻപ് തന്നെ ഇയാൾക്കെതിരെ കൃത്യമായിട്ടും നമ്മൾ ഇവിടെ നിലപാടെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വാര്യർ, നമുക്ക് ഈ വാര്യർ എന്ന് പറയുന്ന കുടുംബം നമുക്കറിയാം, വാര്യന്മാരൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ മാല കെട്ടിക്കൊടുക്കുന്ന ആ ഒരു സംസ്കാരം എത്ര ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ഒരിക്കലും ഭഗവത് സന്നിധിയിൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്റെ പോറ്റമ്മയെ ഒറ്റുകൊടുക്കുക, അമ്മയെ ഒറ്റുകൊടുക്കുകയോ കൂട്ടിക്കൊടുക്കുകയോ ഇല്ല. മാത്രമല്ല തന്റെ മാതൃ സംസ്കാരത്തെ കൊടുക്കുകയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവന്റെ ആ പേരിനോട് കൂടെയുള്ള വാര്യർ എന്നുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ മാറ്റി പറയണം. ഒന്നെങ്കിൽ സന്ദീപ് എന്ന് മാത്രം പറയുക. കാരണം ഈ വാര്യർ എന്ന് പറയുന്ന ആ വിഭാഗം അവരെ അപമാനിക്കുന്നതിന്, ഭഗവാന്റെ കോപം പോലും വരുത്തി വെക്കുന്നതിന് അതിന് നമുക്ക് ഇടയാവും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇവൻ നടത്തിയ പത്രസമ്മേളനത്തിലെ കുറച്ച് ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം, അതായത് സംഘ BJP ഒക്കെ ഇത്ര നാൾ ഇവനെ വളർത്തിയ നമ്മളെയൊക്കെ ഇവൻ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതോടുകൂടി ഇവന് കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ, ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ ഇവന് വേണ്ടി ജയ് വിളിച്ച സംഘ BJP-ക്കാരെ ഏത് രീതിയിലാണ് ഇവൻ ഭർസിച്ചത് എന്ന്, അസഭ്യം വിളിച്ചത്, മാന്യമായി അസഭ്യം വിളിക്കുന്ന രീതി ഇവൻ കൈവരിച്ചത് എങ്ങനെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേട്ടിട്ട് അതിനെ വിമർശിക്കേണ്ടതുണ്ട്, കൃത്യമായിട്ട് മാന്യ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. കേൾക്കാം. മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം.
നോക്കൂ, ഇവൻ ചെയ്ത കുറ്റം ഇത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ പറയുന്നത്. ആ കുറ്റം 3-4 എണ്ണമായിട്ട് പറയുന്നു. അതിലെ ഫസ്റ്റ് ആണ് ഇവൻ പറയുന്നത്, മുഖ്യമന്ത്രിയുമായി അഡ്ജസ്റ്റ്മെന്റിന് ഇവൻ സമ്മതിച്ചില്ല എന്നതാണ് ഇവൻ ചെയ്ത കുറ്റം. നോക്കൂ, ഇവിടത്തെ ഇസ്ലാമിക ഭീകരരുമായി ചേർന്നുകൊണ്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾ വലിയ വൃത്തിയുള്ളതും അതല്ലെങ്കിൽ വലിയ എന്തോ സംഭവമാണ് ഈ തുപ്പിയും തൂറിയും കൊടുക്കുന്നത് എന്ന് പച്ചയ്ക്കുള്ള ആ സംഭവത്തെ ന്യായീകരിച്ച് വന്നവനാണ്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പം അതിനനുകൂലിച്ചില്ല ഇവൻ എന്നാ പറയും. ഇവൻ ആരാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. 4 ചാനൽ ചർച്ചകളിൽ ഇവന്റെ മുഖം കാണിക്കാൻ ഇടയായത് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ വന്നതിന് ശേഷം മാത്രമല്ലേ? ഈ 2019 ശേഷം മാത്രമല്ലേ നമ്മൾ കാണുന്ന ഈ സന്ദീപിനെ നമ്മളൊക്കെ അറിയുന്നത്? അയാളെ ഇന്ന് കാണുന്ന ഈ ബിംബത്തിലേക്ക് ഇയാൾക്ക് ഒരുപാട് ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടായത് ഈ മാതൃ പാർട്ടിയായിട്ടുള്ള സംഘടനയായിട്ടുള്ള BJP തന്നെയല്ലേ ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ന് പറയുന്നത് വർഗവഞ്ചകനാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, വാര്യർ എന്ന് പറയുന്ന ആ സ്ഥാനം ദയവ് ചെയ്ത് അയാളെ കൂട്ടി വിളിക്കരുത് എന്ന് പറയേണ്ടതുണ്ട്. ഇനി അടുത്തത് ഇവൻ പറയുകയാണ്, കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. നോക്കൂ, ആരാണ് ഇവിടെ കരുവന്നൂരും കൊടകരയും വെച്ചു മാറിയിട്ടുള്ളത്? കൊടകര അന്വേഷിച്ചത് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ്, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരെ പെടുത്താൻ വേണ്ടി ഇവിടെ കാട്ടിക്കൂട്ടിയ വ്യഗ്രതയൊക്കെ നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാതെ നിർവൃതിയിലാണ്ട, അതല്ലെങ്കിൽ വിസ്മൃതിയിലാണ്ട, ആ വിസ്മൃതി എന്നാ പറയുന്നത്, നിർവൃതിയല്ല, വിസ്മൃതിയിലാണ്ട ഈ ഒരു കേസ് വീണ്ടും ഇവൻ പൊക്കിപ്പിടിക്കുക, കോൺഗ്രസ്സുകാരെയും ജിഹാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൂട്ടത്തിൽ സുഖിപ്പിക്കുക. അതിനുവേണ്ടി ഇവൻ പറയുകയാണ്, കൊടകരയെയും ഈ പറയുന്ന കരുവന്നൂരിനെയും വെച്ചു മാറാൻ വേണ്ടി. കരുവന്നൂരിൽ നടത്തിയ സുരേഷ് ഗോപിയുടെ ഐതിഹാസികമായിട്ടുള്ള ഇടപെടലൊക്കെ നമ്മൾ കണ്ടതാണ്. AC റൂമുകളിൽ നിന്ന് AC-യിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ നടന്നുകൊണ്ട് കിലോമീറ്ററുകൾ ഇതിന് ന്യായത്തിന് വേണ്ടി ഈ പൊതുനിരത്തിൽ ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അന്ന് അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകളെ പൂർണ്ണമായിട്ടും ട്രോളാനും പരിഹസിക്കാനും വേണ്ടി പ്രതിപക്ഷ അതല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ മത്സരിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹം ജീവിച്ച രീതി ഏതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ നിന്ന് പെട്ടെന്ന് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന്റെ പ്രായം, ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതല്ലേ? എന്നിട്ടും അദ്ദേഹത്തെ എത്ര കണ്ടാണ് അന്നും പരിഹസിച്ചത്, ഇന്നും പരിഹാസം തുടരുന്നത്. അതുകൊണ്ട് ധർമ്മം വിജയിക്കും, അതല്ലെങ്കിൽ ഈ ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ആളുകളെ പരിഹസിക്കുക എന്നുള്ളത് ഇതുപോലെയുള്ള വർഗവഞ്ചകന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. അതിനുവേണ്ടി മർമ്മത്ത് പിടിച്ചുകൊണ്ടാണ് ഇവന്റെ സംസാരം. ഒന്ന്, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് ഇവൻ തയ്യാറായില്ല പോലും. ആരാണ് ഇവൻ? ഇവൻ ആരാണ്? നോക്കൂ, 100 കണക്കിന് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരിലെ വെറും ഒരു മെമ്പർ മാത്രമാണ് ഇവൻ. പിന്നെയോ ചാനൽ ചർച്ചകളിൽ സംസാരിച്ച് ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന BJPക്ക് ചാനൽ ചർച്ചകളിൽ പുതുമുഖങ്ങളില്ല, അതല്ലെങ്കിൽ ശക്തിയുക്തമായി വാദിക്കുന്ന ആളുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ അത് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾക്കറിയാം, യുവരാജ് ഗോകുലായാലും സന്ദീപ് വചസ്പതി ആയാലും ശങ്കുട്ടി ദാസ് ആയാലും അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറായാലും ഇങ്ങനെ ഒട്ടേറെ ആളുകൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ അത്ര അത്യാവശ്യം ഘടകമൊന്നുമല്ല. പക്ഷെ ഇവരൊക്കെ ഇത്ര സജീവമായി വരുന്നതിന് മുൻപ് ഇവനും പിന്നെ ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷ രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും ഒരു പക്ഷേ ഓരോ BJP അണികളുടെയും ആവേശം തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവനും ഈ ശ്രീജിത്ത് പണിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവനെ ആരാധന മൂത്ത് നമ്മളെല്ലാവരും തന്നെയാണ് വളർത്തിയത്. ഇത്തരത്തിൽ വളർത്തിയിട്ടുള്ള ഇവൻ തന്നെ ഇരുന്ന കൊമ്പ് അതല്ലെങ്കിൽ നമ്മുടെയെല്ലാം നെഞ്ച് തകർത്തുകൊണ്ട് തലച്ച വിട്ടി പൊളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ആരാധക വൃന്ദങ്ങൾ, ഞാൻ അതിൽ പെട്ടതല്ല കേട്ടോ, ആരാധക വൃന്ദക്കായിട്ടുള്ള അതിൽ പെട്ടുപോയ അടിമകളായിട്ടുള്ള അതല്ലെങ്കിൽ അറിയാതെ ഇവന്റെ ആരാധകനായി പോയിട്ടുള്ള ആളുകളോടാണ് ഇവൻ പറയുന്നത്. ഇനിയാണ് കൂടുതൽ കൊടൂരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നത്. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. പോരട്ടെ, ഇനിയോ? അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഏതാ സ്നേഹത്തിന്റെ കട? കോൺഗ്രസ് എന്ന് പറയുന്ന സ്നേഹത്തിന്റെ കട. ഈ രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച് ഈ രാജ്യത്തെ വഖഫ് എന്ന് പറയുന്ന കൊടും ഭീകരർക്ക്, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒറ്റുകൊടുത്ത ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഈ സ്നേഹത്തിന്റെ കടയിലാണ് സന്ദീപ് വാര്യർ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇയാളൊരു ശുദ്ധ
ഭോഷ്കാണ്, അതല്ലെങ്കിൽ ശുദ്ധ ഭീരുവാണെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന്റെ കടയിൽ നീ മെമ്പർഷിപ്പോ എന്ത് വേണമെങ്കിലും എടുത്തോ സന്ദീപേ. പക്ഷെ ഇത്രയും നിന്നെ വളർത്തിയ നിന്റെ മാതൃ സംഘടനയെ ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാടിയ നിന്നെ എപ്പോഴും ഓരോരുത്തരും വാഴ്ത്തുക ചതിയൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ചന്തു എന്ന് പറയുന്ന വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ നമ്മൾക്കറിയാം. അതിനേക്കാൾ വലിയ ചതിയനാണ് ആനുകാലിക ഈ 2024 ഈ യുഗത്തിലെ ഏറ്റവും വലിയ ചതിയനാണ് നീ എന്നുള്ളത് ഇനി ആരും മറക്കില്ല. അതുകൊണ്ട് നീ വലതുപക്ഷത്തേക്ക് പോയിക്കോ, ഇടതുപക്ഷത്തേക്ക് പോയിക്കോ, എവിടേക്ക് പോയി കഴിഞ്ഞാലും എല്ലാവരും നിന്നെ കാണുക മറുകണ്ഠം ചാടി സന്ദീപ് എന്ന് മാത്രമേ കാണുകയുള്ളൂ. അതല്ലേ അതെ ആദർശവാനായ സന്ദീപ് എന്ന് പറയില്ല. ആദർശത്തെ തന്റെ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുത്ത, ആദർശത്തെ ചതിച്ച, തന്റെ പോറ്റമ്മയെ ചതിച്ച, തന്റെ മാതൃപ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത നീ എക്കാലവും അറിയപ്പെടുക ചതിയൻ സന്ദീപ് എന്ന് മാത്രം തന്നെയാണ്. അതുകൊണ്ട് നീ ഇനിയിപ്പോ എവിടെ പോയാലും നീ നന്നാവാൻ പോകുന്നില്ല സന്ദീപെ. വാര്യർ എന്നുള്ളത് ദയവായിട്ട് ഇനി ആരും ഉപയോഗിക്കരുത്. ആ വിഭാഗത്തെ നമ്മൾ അപമാനിക്കരുത്. ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ്. ദയവായി ആ പദം ഇനി ആരും ഇവനോടൊപ്പം കൂട്ടിച്ചേർക്കരുത്. ഇവനെ നമ്മൾക്ക് ചണ്ടിയായിട്ട് ഇനി സൂചിപ്പിക്കാൻ പറ്റുകയുള്ളൂ. സന്ദീപ് എന്നുള്ളത് ചണ്ടി, വെറും ചണ്ടി എന്ന് മാത്രം സൂചിപ്പിക്കാം. ഇനി പറയുകയാണ് ഇവൻ അടുത്തത്, അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പെറുന്നത്. നോക്കൂ, അങ്ങേയറ്റത്തെ വെറുപ്പും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഫാക്ടറിയിൽ ജോലി ചെയ്തു എന്ന ജാള്യതയാണ് ഇവനെ ഇന്ന് തോന്നിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കും. എത്രത്തോളമാണ് ഇവനാക്കി മാറ്റിയ ആ സംഘടനയെ. നമ്മൾ കണ്ടിട്ടുണ്ട് ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് കാണാറുണ്ട്. പക്ഷെ അത്തരത്തിൽ ചാടിക്കഴിഞ്ഞാലും ഒരിക്കലും ഇത്തരത്തിൽ തന്നെ വളർത്തി വലുതാക്കിയ, അന്നം തന്ന തന്റെ സംഘടനയെ, തന്റെ പോറ്റമ്മയെ ഇത്തരത്തിൽ ഒരാളും ഒറ്റുകൊടുത്തിട്ടില്ല. ഇത് ഞാനിവിടെ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇവനെ ഇപ്പോഴും ആരാധനയോടുകൂടി ഇവനെ ഇവിടെ നിന്ന് ഓടിച്ചത് കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള കോക്കസ് ആണെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് ഒരു മുതിർന്ന RSSകാരനും ഒരു മുതിർന്ന ഹിന്ദു നേതാവായിക്കോട്ടെ, ഒരു മുതിർന്ന BJP നേതാവും, ഇപ്പോൾ കുമാര രാജശേഖരൻജി അടക്കമുള്ള രാജഗോപാൽജി അടക്കമുള്ള, അതല്ലെങ്കിൽ RSSന്റെ ഒട്ടേറെ പ്രമുഖ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഒരു വാക്കുകൊണ്ട് പോലും ഇവനെ ആശ്വസിപ്പിക്കാനോ ഇവനെ വിട്ടുപോകരുതെന്ന് പറയാനോ പറഞ്ഞ് രംഗത്ത് വരാതിരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നാറ്റക്കേസാണ് ഇവൻ പക്കാ നാറ്റക്കേസാണ്. ഇവന്റെ നാറ്റക്കേസുകൾ ഒന്നൊന്നായി പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ നാറി പുഴുത്ത ഈ ഒരു അധികാരമോഹിയെ, സ്ഥാനമോഹിയെ ഇവനെ ആരും പേറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുതിർന്ന ഒരാളും ഇവന് വേണ്ടി ശബ്ദിക്കാതെ വന്നത്. മാത്രമല്ല ഇവനെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്ത് വെറും ഒരു സംസ്ഥാന സമിതിയിലെ അംഗമാക്കി മാറ്റിയത് കെ സുരേന്ദ്രനോ വി മുരളീധരനോ അല്ല, അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്ന ആ കോക്കസോ അല്ല. ഇനി BJP എന്ന് പറയുന്നതിനെ കേരളത്തിൽ KJP എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റുകൊടുക്കുന്നത്, കുറ്റം പറയുന്നത് നമ്മുടെ സംഘടനയെയാണ്. അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കില്ല, അതിന് വളം വെച്ച് കൊടുക്കരുത്. അങ്ങനെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്ന എന്ന് പറഞ്ഞ 6-7 വർഷം ഇവനെ പോറ്റി വളർത്തി RSSകാരുടെയും സംഘ കാര്യകർത്താക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും ഒക്കെ നെഞ്ചത്ത് ചവിട്ടി അവരെ ഒറ്റുകൊടുത്ത് വർഗ ശത്രുക്കളുടെ കൂടെ പോയിട്ടുള്ള ഇവനെ വിളിക്കേണ്ട പേര് ഇനി വാര്യർ കൂട്ടിയിട്ടല്ല. ഇനി അടുത്തത് എന്താണ് ഇവൻ പറയുന്നത് എന്ന് നോക്കാം. ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന്, ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവും. ഞാൻ ഒറ്റിക്കൊടുത്തവൻ, തീർച്ചയായിട്ടും ബലിദാനികളെ മറന്നവൻ, തീർച്ചയായിട്ടും ഞാൻ ബലിദാനികളെ മറന്നവനാണ് എന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയംസേവകരോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയംസേവകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച്, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരംതാണു പോയത്? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരംതാണു പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം. ആ സംഘടന ഇന്നും തുടരുന്ന, അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരെല്ലാവരും സാധാരണക്കാരാണ്. നിത്യജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ അവർ
തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട്. നോക്കൂ, ഇവൻ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് പാലക്കാട് കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ, STP ഭീകരന്മാരാൽ, മുസ്ലിം ഭീകരന്മാരാൽ കൊല്ലപ്പെട്ട ശ്രീനിവാസൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ തന്നെ, അദ്ദേഹത്തിന് നോക്കൂ വെരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ട് ഒന്ന് ഓടാൻ പോലും ചലിക്കാൻ പോലും പറ്റാത്തൊരു വ്യക്തിയെ 3 സ്കൂട്ടറുകളിൽ 6ഓളം വരുന്ന തീവ്രവാദികൾ വരുന്നു. തീവ്രവാദികൾ ഒരു മിനിറ്റ് പോലുമില്ല, 15-20 സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹത്തെ കണ്ടം തുണ്ടം വെട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ കയറി പോകുന്നു. അതോടുകൂടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കൊടും തീവ്രവാദികളെ പൂർണ്ണമായിട്ടും തീഹാർ ജയിലിൽ അടച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്ര ശക്തമായിട്ട് നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഇവിടെ നീങ്ങിയതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഈ പറയുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മുടെ വീരബലിദാനി ശ്രീനിവാസേട്ടൻ, അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ പാലക്കാട് ബൈ ഇലക്ഷനിൽ ഉപയോഗിച്ചു പോസ്റ്ററുകളിൽ എന്നാണ് ഇവൻ കണ്ടുപിടിച്ച വലിയ കുറ്റം. നോക്കൂ, അവിടെ പ്രചാരണം കൊടുക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ചിത്രം മാത്രമല്ല, വലിയ പ്രചാരണവും കൊടുക്കുന്നുണ്ട്. എങ്ങനെയെന്നറിയാമോ? ശ്രീനിവാസൻജി അടക്കമുള്ള, സഞ്ജിത്ത് അടക്കമുള്ള, ആലപ്പുഴയിലെ രഞ്ജി ശ്രീനിവാസൻജി അടക്കമുള്ള അവരെ വധിച്ച കൊടും ഭീകരവാദത്തിനെതിരെ, കൊടും ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്ന ഈ കേരളത്തിലെ ഭരണാധികാരികൾക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ കൃത്യമായിട്ടും ഇവിടെ BJP വളരേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ, അദ്ദേഹത്തിനോടുള്ള നീതീകരണം, അദ്ദേഹത്തിന്റെ ആത്മാവിനോടുള്ള ആ ഒരു പോരാട്ടമാണ്, അദ്ദേഹത്തെ കൊന്ന തീവ്രവാദികളോടുള്ള പോരാട്ടം കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ്? കാരണം രാഷ്ട്രീയം എന്നതൊരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശ്രീനിവാസൻജിയുടെ ഒരു ഫോട്ടോ പോസ്റ്ററിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ഇവൻ ഇത് പറയുന്നതെന്ന് അറിയാമോ? ഇവിടുത്തെ ബലിദാനികളെ ഇതിലേക്ക് വലിച്ചിട്ടുകൊണ്ട്, വാരി വലിച്ചിട്ട് അലക്കിക്കൊണ്ട് ഇവിടുത്തെ സംഘ BJP അണികളായിട്ടുള്ള അവരിൽ വലിയ വിദ്വേഷം ഈ കമ്മിറ്റിക്കെതിരെ അതല്ലെങ്കിൽ BJPക്കെതിരെ, സംസ്ഥാന BJPക്കെതിരെ കൊണ്ടുവരിക, അതിലൂടെ ഇവൻ ഉദ്ദേശിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിച്ചെടുക്കുക. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് കേട്ടിട്ടില്ലേ? പാലക്കാട് ബൈ ഇലക്ഷനിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വ സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ നിന്നൊരു MLA ആയി കുതിച്ചുയർന്നുകൊണ്ട് സ്റ്റേറ്റ് കാറിൽ പറന്നു നടക്കുന്ന ജിഹാദികളെയും രാഷ്ട്രീയ കോമരങ്ങളെയും കൂട്ടിക്കൊടുപ്പുകാരെയും സുഖിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഈ വർഗവഞ്ചകന് അവിടെ ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ അയാളുടെ സ്വപ്ന കൂടാരം പൂർണ്ണമായിട്ട് തകർന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? 2 വർഷം മുൻപ് മരിച്ച ഇയാളുടെ അമ്മയെ പോലും സമാധാനം കൊടുക്കാതെ, ആ അമ്മയുടെ ആത്മാവ് പോലും ഇവനോട് പൊറുക്കില്ല എന്നുള്ളതാണ്. എന്നിട്ടോ ഇവൻ ആ അമ്മയെ വലിച്ചിഴച്ച് കൊണ്ടുവന്നുകൊണ്ട് എന്റെ അമ്മ മരിച്ചപ്പോൾ, എന്നാ മരിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. 2 വർഷങ്ങൾക്ക് മുൻപ്, 2 വർഷങ്ങൾക്ക് ശേഷം ഇവൻ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ബോധിപ്പിക്കാൻ ഇവിടുത്തെ മുതിർന്ന കാര്യകർത്താക്കളുണ്ട്. മുതിർന്ന BJP ആയാലും ഈ പറയുന്ന സംഘമായാലും ഹിന്ദു നേതൃത്വമായാലും ഒരുപാട് അവസരങ്ങളും വേദികളും ഇവൻ ഉണ്ട് എന്നിരിക്കെ ഇവന്റെ സ്വപ്നം തകർന്നത് അവിടെയൊന്നുമല്ല. ഇവിടെ MLA ആവാനും സുഖ സൗകര്യങ്ങളും കാശടിച്ചു മാറ്റാനുമുള്ള ഇവന്റെ വൈകൃതങ്ങളുണ്ടല്ലോ, ആ വൈകൃതങ്ങളുടെ താഴെ തട്ടിൽ മൊരടിൽ തന്നെയാണ് BJP വെട്ടിയത്. മറ്റൊന്നും കൊണ്ടുമല്ല, കേന്ദ്ര BJPയുടെ പ്രതിനിധികൾക്ക് കൃത്യമായിട്ട് തെളിവ് സഹിതം ഇവന്റെ യഥാർത്ഥത്തിലുള്ള മുഖം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് കടക്കൽ ഇവനെ വെട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവൻ ആ വെട്ടിയതോടുകൂടി ഇവന് മനസ്സിലായി ഇവന്റെ ഉടായ്പ BJPയിൽ നടക്കില്ല, ഇവന്റെ ഉടായ്പ് RSSൽ നടക്കില്ല, ഇവന്റെ ഉടായ്പ് ഒരു ഹിന്ദു സംഘടനയിലും നടക്കില്ല. അതുകൊണ്ട് ഇവന് പറ്റിയത് ഈ ചെളിക്കുഴി തന്നെയാണ്, ഇസ്ലാമിക ജിഹാദികളുടെ ചെരുപ്പ് നക്കുന്ന കോൺഗ്രസ്സുകാരുടെ ആ ചെളിക്കുഴി തന്നെയാണെന്ന് ഇവന് മനസ്സിലായി. അതുകൊണ്ട് അങ്ങോട്ട് പോയി. ഇനി ഈ ഡാഷ്മോൻ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവൻ ഈ പറയുന്ന വീരബലിദാനികളെയൊക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്. വീരബലിദാനികളുടെ പേരും ചിത്രവും ഉപയോഗിക്കാൻ BJP അല്ലാതെ ആരാണ് അത് ഉപയോഗിക്കുക? അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീനിവാസൻജിയെ കൊന്ന അവിടുത്തെ പാലക്കാടുള്ള തീവ്രവാദികളുടെ കയ്യിൽ നിന്നും 40,000 വരുന്ന മുസ്ലിം വോട്ടുകൾ, 90,000 വരുന്ന ഹിന്ദു വോട്ടുകൾ, ആ 90,000 വരുന്ന ഈ ഹിന്ദു വോട്ടുകൾ അവിടെ ഏകീകരിക്കേണ്ടതുണ്ട്. അവിടെ BJP ജയിച്ചു വരേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ വഖഫ് എന്ന് പറയുന്ന മുസ്ലിം ഭീകരതയ്ക്ക് വേണ്ടി പോരാടാൻ ഇവിടെ RSSും BJPയും മാത്രമുള്ളത് കൊണ്ട് അവിടെ നമ്മൾക്ക് കൃത്യമായിട്ട് BJPയുടെ ആ ഒരു പാലക്കാട് വിജയം എന്നുള്ളത് അനിവാര്യമായി നമ്മളുടെ ഇവിടെ നിലനിന്ന് പോവേണ്ട, ജീവിച്ചു പോവേണ്ട ആ ഒരു ആവശ്യം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മുടെ വീരബലിദാനിയായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടന്റെ ആത്മാവിന്റെ വിജയമായിരിക്കണം, അദ്ദേഹത്തിന് ആത്മശാന്തി കിട്ടുന്നതായിരിക്കണം പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിന്റെ വിജയം എന്നുള്ളത് പറയുന്നിടത്ത്, അദ്ദേഹത്തിന്റെ ചിത്രം വെക്കുന്നിടത്ത് ആർക്കാണ് കുറ്റമുള്ളത്? ഈ ശ്രീനിവാസൻ ചേട്ടൻ
ഇവന്റെ കുടുംബത്തിനില്ലാത്ത എന്ത് യോഗ്യതയാണ് ഈ ഡാഷ്മോനുള്ളതെന്ന് മാന്യപ്രേക്ഷകർ ചിന്തിക്കുക. ഈ വീരബലിദാനിയായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മകൾക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ ഇല്ലാത്ത എന്ത് വിരോധമാണ് ഈ ഡാഷ്മോനുള്ളതെന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഇനി ഇവൻ അടുത്ത് പറയുന്നത് എന്തെന്നറിയാമോ? ശ്രീനിവാസൻ വധം നടക്കുന്നതിന് തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഭീരു ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ 2 നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് വധഭീഷണി മുടക്കിയത്. അതിലൊന്ന് ഞാനായിരുന്നു. നോക്കൂ, നമ്മൾ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ഈ ദിലീപിന്റെ കഥാപാത്രത്തെ കൂന, കുഞ്ഞിക്കൂന എന്നൊക്കെയാണ് നാട്ടുകാർ വിളിക്കുക. പക്ഷെ ഞാൻ എന്നെ വിളിക്കുന്ന പേര് ബിബീഷ് കുമാറോ അങ്ങനെ എന്തോ ഒരു കുമാറാണ് എന്നുള്ളത് ദിലീപിന്റെ കഥാപാത്രം കുഞ്ഞിക്കോനൻ പറയുന്നുണ്ട്. അതുപോലെ ഇവൻ തന്നെ അങ്ങോട്ട് സ്വയം സ്ഥാപിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള നേതാവ് ഞാനായിരുന്നു എന്നുള്ളത്. നോക്കൂ, എന്തൊരു പ്രഹസനമാണ് സജി, എന്തൊരു പ്രഹസനമാണ് ചണ്ടി നീ കാട്ടിക്കൂട്ടുന്നതെന്ന് മാന്യപ്രേക്ഷകർ ചോദിക്കേണ്ടതുണ്ട്. ഇവൻ സ്വയം ചിന്തിക്കുകയാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ്, ഞാനാണ് ഇവിടെ വലിയ സംഭവം, ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ പാർട്ടി പോലുമുള്ളൂ എന്ന ചിന്ത ഇവനിലേക്ക് എപ്പോ കടന്നു വന്നോ അതോടുകൂടി ഇവനിലെ യഥാർത്ഥ സംഘപ്രവർത്തകൻ, അവൻ സംഘപ്രവർത്തകനല്ല, അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഴയ SFI കാരനാണെന്ന് പല വേദികളിലും പല ചർച്ചകളിലും ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ SFIയും അല്ല, BJPയും അല്ല, കോൺഗ്രസും അല്ലാതെ മൂന്നിലും എടുത്തു ചാടി നടക്കുന്ന വെറും ഒരു കുട്ടിക്കൊടുപ്പ് വർഗവഞ്ചകൻ എന്ന് മാത്രമേ പറയാനാവൂ. ഇനി ഡാഷ്മോൻ പറയുന്നത് അറിയാം അടുത്തത്. പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ BJP ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷു ദിവസമുള്ള എനിക്ക് മാത്രം അവരാ സന്ദേശം തന്നില്ല. കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ? എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓഹോ, എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കഷ്ടം, വീട്ടുകാരെയും വലിച്ചഴക്കുന്നത്. സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യം എന്ന് കരുതിയിട്ടാണ്. അല്ല, നിന്നെ പോലത്തെ ഒരു ഡാഷ്മോൻ ഞാൻ ഇനി തെറി ഉപയോഗിക്കില്ല കേട്ടോ മാന്യ പ്രേക്ഷകരെ. വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ 1-ാം തീയതി ഇവനെ കുറച്ച് തെറി വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ വീഡിയോയിൽ നമ്മൾ തെറി വിളിച്ചത്. ഇനി ഡാഷ്മോൻ എന്ന് വിളിക്കും. മാന്യ പ്രേക്ഷകർക്ക് ആവശ്യമുള്ള വാക്കുകൾ ഇവിടെ പോലെ എന്താണ് തായോളി എന്നോ പിന്നെ നാറി എന്നോ ഇതൊക്കെ നിങ്ങൾ ചേർക്കുക. ഞാൻ ഇനി വിളിക്കില്ല കേട്ടോ, മാന്യ പ്രേക്ഷകർ ചേർത്തോളും. ഇവൻ തന്നെ പറയാണ്, എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്നത്, എന്നിട്ട് എന്നെ BJP ഓഫീസിൽ നിന്ന് അറിയിച്ചില്ല, ഞാൻ ചത്തുപോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് വിചാരിച്ചു എന്നുള്ളത്. എടോ, നിന്നെ പോലത്തെ ഒരുത്തനൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന പോറ്റമ്മയെ വരെ കൂട്ടിക്കൊടുക്കുന്ന സംഘടനയുടെ യാതൊരു ആദർശവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചാടിക്കളിക്കുന്ന നീയൊക്കെ ഈ ഭൂമിക്ക് ഭാരം തന്നെയാണ്. അത് നീ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഇന്ന് സത്യത്തിൽ മാന്യ BJP സംഘ അനുകൂലികൾ ആഗ്രഹിച്ചു പോന്നു. നിനക്ക് വേണ്ടിയിട്ടാണല്ലോ സംഘടനയെ തള്ളി പറഞ്ഞുകൊണ്ട് പോലും RSSനെ അടക്കമുള്ള നേതാക്കളെയും സംഘടനയും തള്ളി പറഞ്ഞുകൊണ്ട് പോലും ഇത്തരത്തിൽ ഇവന്റെ ഈ ആരാധക വൃന്ദങ്ങളായിട്ടുള്ള ഞങ്ങൾ നിനക്ക് വേണ്ടി സംസാരിച്ചത് എന്ന് ഓരോ ആളുകളും ചിന്തിച്ചാൽ എങ്ങനെയാണ് കുറ്റം പറയാനൊക്കുക? ഏതായാലും ബാക്കി കൂടെ കേൾക്കാം. മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത്? കേരളത്തിലെ BJP പ്രവർത്തകർക്ക് അറിയാമല്ലോ, സംഘപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്നാണ് ഞാനാണ്. എന്റെ പേര് കൂനനല്ല. ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത്. നോക്കൂ, ഈ സംഘടനയുടെ നാവായി എന്ന് ഇവൻ ഉദ്ദേശിച്ചെന്തെന്നറിയാമോ? സ്റ്റേറ്റ് വക്താവായിരുന്നു ഇവൻ. നോക്കൂ, പുതുതായിട്ട് കടന്നു വന്ന സോഷ്യൽ മീഡിയ നേതാവ് എന്നാണ് ഇവനെ വിളിക്കേണ്ടത്. പുതുതായിട്ട് കടന്നു വന്ന സോഷ്യൽ മീഡിയ നേതാവായിട്ടുള്ള ഇവന് BJPയിലേക്ക് 2019 ശേഷം വന്ന സമയത്ത് തന്നെ സംസ്ഥാന വക്താവായിട്ട് തന്നെയാ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ സ്ഥാനം തന്നെയായിരുന്നു കൊടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്നും വെറും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുള്ള അതിലേക്ക് ഇയാളെ മാറിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അയാളെ മാറ്റിയത് K സുരേന്ദ്രനോ V മുരളീധരനോ അല്ല, കേന്ദ്ര പ്രതിനിധികൾ, കേരളത്തിന്റെ ചുമതലയുള്ള ആളുകൾ കൃത്യമായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടും തെളിവും സഹിതമാണ് ഇവനെ വെറും ഒരു സംസ്ഥാന സമിതിയിലേക്ക് മാറ്റിയത്. കാരണം പുറത്തു വരാനിരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളും വീഡിയോകളും അടക്കം പുറത്തു വരുമ്പോൾ സംഘടനയ്ക്ക് നാറ്റം വരാൻ പാടില്ല. ഇവൻ വെറും ഒരു സംസ്ഥാന സമിതി അംഗം മാത്രമാണ്. ഒരുപാട് നൂറുകണക്കിന് സംസ്ഥാന സമിതി അംഗമുള്ള അതുപോലെ തന്നെ ഒരാൾ മാത്രമെന്ന് പാർട്ടിക്ക് പറഞ്ഞ് കൈ കഴുകാൻ പറ്റും. അത്രയ്ക്കുമാണ് ഇവനെതിരെയുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വരാനിരിക്കുന്നത്. എന്നിട്ട് ഇവൻ പറയാണ്, എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഞുണ്ടി മാന്തി നുള്ളി എന്നൊക്കെ കുട്ടികൾ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ആരാധക വൃന്ദങ്ങളുള്ള ഞാനാണ് BJP രാഷ്ട്രീയത്തെക്കാൾ വലിയ നേതാവ് എന്ന ചിന്തയുള്ള അഹങ്കാരിയായിട്ടുള്ള സ്ഥാനമാന മോഹിയായിട്ടുള്ള
ഇവനെ ഇനിയും എന്തിനാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഈ പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള രീതിയിൽ തന്നെ ഇവനെ ഇനി ആരും സമീപിക്കാതെ, ഇവനെ എന്തുകൊണ്ടാണ് RSSന്റെ സീനിയർ നേതാക്കന്മാർ സമീപിക്കാത്തത്, എന്തുകൊണ്ടാണ് BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും സീനിയർ നേതാക്കന്മാർ ഇവനെ സന്ദർശിക്കാത്തതും ഇവനെ ആശ്വസിപ്പിക്കാഞ്ഞതും ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇവൻ നാറ്റക്കേസുകാരനാണ്, ഇവൻ വെറും നാറ്റമാണ്, ചീഞ്ഞ നാറ്റമാണ് ഇവനിൽ നിന്ന് വരുന്നത്, ആ നാറ്റം പേറാൻ ഒരു മാന്യനെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ വിഷയത്തിൽ ആരും ഇടപെടാതിരുന്നത്. കേന്ദ്ര പ്രതിനിധികൾ, കേരളത്തിന്റെ ചുമതലയുള്ള ഭാരവാഹികൾ ഇവനെ പുറത്താക്കി പതിയെ ഇവനെ തന്നെ സ്വയം ഒഴിവാക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവനെ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ആഘോഷം വലിയ ആഘോഷമൊന്നും ആയിട്ട് കാര്യമില്ല. കാരണം BJPയിൽ നിന്ന് ഇവനെ എന്നോ പുറത്താക്കിയ പോലെ തന്നെയാണ്. ഇവനെ പോലെയുള്ള ഒരു നാറ്റക്കേസ്, ഭാവിയിൽ നാറ്റക്കേസ് എല്ലാം നാടുകാർ അറിയാൻ പോകുമ്പോൾ അവിടെ BJPക്ക് ചെറിയൊരു ആശ്വാസം ഇനി എന്തായാലും കിട്ടും. കാരണം ഇവൻ കോൺഗ്രസിലേക്ക് പോയല്ലോ. അതുകൊണ്ട് 20-ാം തീയതിത്തെ പാലക്കാട് ബൈ ഇലക്ഷൻ ശേഷം വരാനിരിക്കുന്ന തെളിവുകൾക്ക് മുൻപ് തന്നെ ഇവൻ മറുകണ്ഠം ചാടിയതിൽ ആശ്വാസമാണ് ഓരോ BJP പ്രവർത്തകർക്കും, ആശ്വാസം തന്നെയാണ് ഓരോ സംഘപ്രവർത്തകർക്കും. അതുകൊണ്ട് അഭിമാനമായിട്ട് കരുതുന്ന കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇവനെ കൊണ്ടുള്ള വലിയ വലിയ കസേരകൾ കൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും. എന്തായാലും നിങ്ങൾ സ്പോക്കൺ ഇവനെ ഇനി നിങ്ങൾക്ക് സംസ്ഥാന വക്താവായിട്ട് വെക്കാം. പറ്റിയ വ്യക്തിയാ. കാരണം ഇവൻ തന്നെ നിങ്ങൾക്കെതിരെ ചാനൽ ചർച്ചകളിൽ BJP സംസ്ഥാന വക്താവായി നിന്നുകൊണ്ട് സംസാരിച്ചിരുന്നു. ഇനി അവൻ സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ ഛർദിൽ പൂർണ്ണമായിട്ട് അവനെ കൊണ്ട് തന്നെ തീറ്റിപ്പിക്കാൻ നിങ്ങൾക്ക് അസുലഭ നിമിഷമാണ് കിട്ടിയിരിക്കുന്നത്, ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഓരോ സംഘ BJP പ്രവർത്തകർ കാണുമ്പോൾ അവിടെ പരിഹാസത്തോടു കൂടി തന്നെ ഈ സന്ദീപ് എന്ന് പറയുന്ന ഈ വർഗവഞ്ചകന്റെ ചാനൽ ചർച്ചകൾ ഇനി കാണാൻ പോവുകയുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന വക്താവ് എന്ന സ്ഥാനം തന്നെ ഇവന് കൊടുക്കണമെന്നാണ് മാന്യ കോൺഗ്രസ്സുകാരോട് ഉള്ള വലിയ അപേക്ഷ. ഇനി അടുത്തെന്താ ഇവൻ പറയുന്നത്? ഈ വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ. നോക്കൂ, വെറുപ്പിന്റെയും പരമത വിദ്വേഷത്തിന്റെയും, അതായത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം എന്ന് RSSനെയും BJPയെയും നാഴികയ്ക്ക് 40 മട്ടം പോയി പുട്ടിന് പീരയിടുന്ന പോലെ പറയുന്നത് ആരാണ്? അത് ഒരേ ഒരു കൂട്ടരെയുള്ള ആരാണ്? ഈ രാജ്യദ്രോഹികൾ, എന്റെ പെറ്റ നാടായുള്ള ഭാരതത്തിനെതിരെ നിലനിൽക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരും രാജ്യദ്രോഹികളായിട്ടുള്ള വർഗങ്ങളും മാത്രമേ ഇവൻ പറഞ്ഞ ഈ വാചകങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആരായിരുന്നു ഇവനുള്ളത്, ഇവൻ ആരായിരുന്നു എന്നുള്ളത് ഇനിയും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ, ഇതിൽ പരം ഇവന്റെ ഈ വ്യക്തമാക്കൽ, ഇവന്റെ വാഗൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യക്തമാക്കൽ ഇവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിലും വലിയൊരു തെളിവ് നമുക്ക് ആവശ്യമില്ലല്ലോ. ആരുടെ ചെരുപ്പായിരുന്നു ഇത്രയും നാൾ BJP എന്ന് പറയുന്ന, RSS എന്ന് പറയുന്ന ഈ ലേബൽ ചുമന്നുകൊണ്ട് നമ്മളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ഈ വർഗവഞ്ചകൻ ആർക്കു വേണ്ടിയായിരുന്നു പണിയെടുത്തുകൊണ്ടിരുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി എന്താ ബാക്കി? സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട്. അയ്യോ, ആലോചിച്ച് നോക്കൂ, ആദ്യ കാലഘട്ടത്തിൽ SFIയിലൂടെ വളർന്ന് DYFI കാരനൊക്കെ ആവേണ്ടവനാണ്. എന്തോ ഇവന്റെ അച്ഛനും അമ്മ വാര്യർ കുടുംബത്തിൽ പെട്ടതുകൊണ്ടായിരിക്കാം ഇവന്റെ പേരിന്റെ അവസാനം വാര്യർ എന്നുള്ള വന്നിട്ടുള്ളത്. ഭാരതത്തിന്റെ 3 യുദ്ധങ്ങളിൽ പങ്കെടുത്തതാണ് ഇയാളുടെ അച്ഛനെന്ന് ഇയാൾ പറയുന്നുണ്ട്. അതിന്റെ ചരിത്ര രേഖകളും നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവനാണ് എന്ന് ഇവൻ അവകാശപ്പെടുന്നു. പക്ഷെ ഇവന്റെ ഈ വൈകൃതം, അല്ല അച്ഛനെയും അമ്മേനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ മക്കളും എല്ലാം തികഞ്ഞവരായി വരില്ലല്ലോ. ചില മക്കളുണ്ടല്ലോ തന്തയെയും തള്ളയെയും കാലാകാലം വേദനിപ്പിച്ചും ഒറ്റുകൊടുത്തും കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന കുറെ എണ്ണുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരുത്തൻ എന്നുള്ളത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. എന്തായാലും 2 കൊല്ലം മുമ്പ് മരിച്ച ആ പാവം പിടിച്ച ആ അമ്മ, ആ സ്ത്രീക്ക്, ആ സ്ത്രീയുടെ ആ ഒരു ആത്മാവിന് പോലും സമാധാനം കൊടുക്കാതെ ഇത്തരത്തിൽ വർഗവഞ്ചന നടത്തിയ കൂട്ടിക്കൊടുപ്പുകാരനായിട്ടുള്ള ആ ഭാഷയിൽ തന്നെ പറയുമ്പോൾ ഇവനെ ഇനിയും പേറുന്ന കോൺഗ്രസിലേക്ക് ആഘോഷത്തോടെ പോയിട്ടുള്ള അവന് വലിയ വലിയ ആശംസകൾ തന്നെ നമ്മൾ നേരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ചെറിയൊരു വിഷമം മാത്രമാണ്. ആ വിഷമം ഇവൻ പാർട്ടി വിട്ടുപോയത് കൊണ്ടല്ല, മറ്റെന്താണ്? ഇവനെ പോലെയുള്ള ഒരു വർഗവഞ്ചകൻ, ഇവനെ പോലെയുള്ള ഒരു ഇസ്ലാമിക ജിഹാദി ചെരുപ്പ് നക്കി, ഇവനെ പോലെയുള്ള ഒരു സ്ഥാനമാനമോഹി, ഇവനെ പോലെയുള്ള എന്തൊക്കെ നമുക്ക് ഇവനെ പോലെയുള്ള ഉപയോഗിച്ച് പറയാൻ പറ്റുമോ അതൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ആയിരുന്നല്ലോ നമ്മൾ സ്നേഹിച്ചത്, അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ നമ്മൾ ആദരിച്ചത്, ബഹുമാനിച്ചത്. ഇത്രയും ആരാധനയോടെ നമ്മളെല്ലാവരും ഉയർത്തിക്കൊണ്ട്
കൊണ്ടുവന്നത് എന്ന് കൃത്യമായിട്ട് ചിന്തിക്കുക. അതിൽ മാത്രമേ നമ്മൾക്ക് വിഷമമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ തന്റെ മാതൃസംഘടനയെ, എന്റെ RSS എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ രക്ഷകരെ ലോകത്താകമാനം ഉറ്റുനോക്കിക്കൊണ്ട് ആരാധനയോടെ, ബഹുമാനത്തോടെ അവരെ പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ലോക ജനത ക്യൂ നിൽക്കുമ്പോൾ ആ RSSനെയും BJP-യെയും ഇത്ര കണ്ട് ഈ നികൃഷ്ടമായ രീതിയിൽ തന്നെ ഇകഴ്ത്തിക്കൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കൂട്ടിക്കൊടുപ്പിന് വേണ്ടി നടത്തുന്ന ഈ വർഗവഞ്ചകന് ഡാഷ് മോനെ ഇനി മാന്യ പ്രേക്ഷകർ കൊടുക്കേണ്ട പരിഗണന അതേ രീതിയിൽ മാത്രമായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.